മാന്യ പ്രേക്ഷകരെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ സ്നേഹാലയം അതല്ലെങ്കിൽ പാഞ്ചജന്യം എന്ന് വിളിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ ഓഫീസിലാണുള്ളത്. അത് നടത്തുന്ന അതല്ലെങ്കിൽ അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ശ്യാം സുന്ദർജി എനിക്ക് മുൻപേ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ബന്ധുവാണ് എന്നൊക്കെ നമുക്ക് പറയാം. ബന്ധം രക്തം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജന്മം എടുത്താൽ മാത്രമേ ബന്ധമുള്ളൂ, അല്ലെങ്കിൽ ബന്ധമാവുകയുള്ളൂ എന്ന കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഒരു കൈത്താങ് നൽകേണ്ടത് നമ്മുടെ കടമയാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോട് തന്നെ എന്താണ് ഈ സ്നേഹാലയം, എന്താണ് ഈ പാഞ്ചജന്യം എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്തേ. ഇത് എത്ര വർഷമായി ശരിക്ക് ഈ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട്? നിലമ്പൂര് പാഞ്ചജന്യം എന്നാണ് ഈ ട്രസ്റ്റിന്റെ പേര്. പാഞ്ചജന്യം ശ്രീകൃഷ്ണാശ്രമം സ്നേഹാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്നേഹാലയം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. യെസ്. അപ്പൊ 94 സ്റ്റാർട്ട് ചെയ്തത്. നിലമ്പൂര് നെടുമുണ്ടക്കുന്നാണ് ഇതിന്റെ തുടക്കം. എന്റെ അച്ഛൻ എ കെ നാരായണൻ നമ്പൂതിരിപ്പാടും അമ്മ പുഷ്പലത അമ്മയാണ് ഇത് തുടങ്ങി വെച്ചത്. ഞാനൊരു 18 വർഷമായിട്ട് ഞാനാണ് നടത്തുന്നത്. ഇതിന്റെ നിയമാനുസൃതമായിട്ടുള്ള പൂർണ്ണ നടപടിക്രമം പാലിച്ചുകൊണ്ട് തന്നെയല്ലേ മുന്നോട്ട്? തീർച്ചയായിട്ടും. ഈ ട്രസ്റ്റ് നിലമ്പൂര് തുടങ്ങിയപ്പോൾ തന്നെ ATG 12 അതുപോലെ തന്നെ നീതി ആയോഗ് ഒക്കെ ഉള്ള ഒരു ട്രസ്റ്റാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസും ഉണ്ട്. മഞ്ചേരി മീര അസോസിയേറ്റ്സ് ആണ് ഞങ്ങളുടെ ഓഡിറ്റർ. എനിക്കറിയാം, അങ്ങയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് ചാനലുകളായാലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം അങ്ങയുടെ ഇന്നത്തെ ഒരു അവസ്ഥയും അറിയാം. അതായത് ഇത്തരത്തിലൊരു സത്പ്രവൃത്തി, സാധാരണ സത്പ്രവൃത്തി ചെയ്യുന്നതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾ തന്നെ പച്ചയ്ക്ക് തുറന്നു പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു വലിയ ബാധ്യതയ്ക്ക് ഉടമയല്ലേ അങ്ങ്? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ 39 ലക്ഷം രൂപ കടക്കാരനാണ്. നിലമ്പൂർ കോവിലകത്തുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ട്രസ്റ്റിന്റെ തുടക്കം. ഞങ്ങളുടെ ബിൽഡിംഗ് മേടിച്ചതും സ്ഥലം മേടിച്ചു, അതിൽ ബിൽഡിംഗ് ഉണ്ടാക്കി മലപ്പുറം ജില്ലയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉദ്ഘാടനം ചെയ്തു. അന്ന് തൊട്ട് പരിസരവാസികളായ കുറച്ച് ആളുകൾ, പറയാത്ത തരമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 3-4 പ്രവർത്തകര്, അല്ലെങ്കിൽ അരുമ ജയകൃഷ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ തന്നെ അനിൽ എന്ന് പറയുന്ന കൺസ്യൂമർ സ്റ്റോറിലെ, അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിലെ ഒരു പറ്റം ആളുകൾ ട്രസ്റ്റിനെ തകർത്ത് തരിപ്പണമാക്കി. ഞങ്ങളുടെ വീട് കയ്യേറി 100-100ഓളം ആളുകൾ വീട് ചവിട്ടിപ്പൊളിച്ച് എന്നെയും എന്റെ കുടുംബത്തേക്ക് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പരാതി കൊടുക്കാൻ പോയ സമയത്താണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, അയാളുടെ പേര് പറയുന്നില്ല, ഇത്രയും നീചനായ അയാളും അതുപോലെ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്, ഇവർ രണ്ടുപേരും നിങ്ങളുടെ സ്നേഹാലയത്തിൽ 2 വേശ്യ സ്ത്രീകളെ കൊണ്ട് നിർത്തും ഞാൻ, എന്നിട്ട് ട്രസ്റ്റിനെ ഞാൻ അങ്ങോട്ട് പൂട്ടിക്കും. പ്രശാന്ത് നിലമ്പൂര് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ്, അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കള്ളക്കേസ്. യെസ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവര് ആ സ്ഥലം, അവിടെ അടുത്തുള്ള ഒരു മാഷുണ്ട്, അയാളുടെ പേര് രാമനാഥൻ എന്നാണ്, ഇയാൾ കണ്ടുവച്ച സ്ഥലമാണ് ഞാൻ എടുത്തത്. അതാണ് ഞങ്ങളെ അവിടുന്ന് ഓടിക്കണം. അങ്ങനെ ഇവരെ ഒരു കൂട്ടമായിട്ട് ചേർന്ന് ചേർന്നിട്ടുള്ള ബിൽഡിംഗ് അല്ലേ? യെസ്, പുഴയുടെ തീരത്ത്. ആദിവാസികൾ വരാൻ പാടില്ല. ആദിവാസികൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഏരിയയിൽ വരരുത്. കാരണം ഞങ്ങൾ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് രാമനാഥനും മകൻ അനി അതുപോലെ അരുമ ജയകൃഷ്ണൻ. ഈ ആദിവാസികൾ മാന്യരല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ റെക്കോർഡിക്കലായിട്ട് ഞാനൊരു നമ്പൂതിരിപ്പാടാണ്, എനിക്കില്ലാത്ത എന്ത് ജാതിയാണ് അങ്ങേക്ക്? അങ്ങ് ഒരു തുണി തിരുമ്പുന്ന ഒരു സമുദായത്തിലെ ആളല്ലേ, മണ്ണാൻ സമുദായത്തിലെ ആളാണ്. അപ്പോ അതുകൊണ്ട് ജാതി പറയരുത്, നമ്മളൊക്കെ ആദിവാസികളാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരെ അവഹേളിക്കേണ്ട, അവരൊക്കെ നമ്മുടെ ഹിന്ദുക്കളാണ്, പ്രത്യേകിച്ച് ശരണരാണെങ്കിലും ഹൈന്ദവ ആൾക്കാരാണ്, അതിലൊരു തർക്കം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് ഇഷ്ടമായില്ല. ആളെ കൂട്ടി അവര് ചിയേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക്, അതിലൂടെ അവരെല്ലാ മദ്യപാനികളും ആളുകളും എല്ലാവരും കൂട്ടിച്ചേർത്ത് ട്രസ്റ്റിനെ തകർത്ത് ഒരുപാട് അപവാദ പ്രചരണങ്ങൾ. എന്താണ് ഇവർക്ക് അത് അങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേതോവികാരം വരാനുണ്ടായേക്കാം? ഈ ട്രസ്റ്റിന്റെ യഥാർത്ഥ പേര് പാഞ്ചജന്യം എന്നാണ്. മലപ്പുറം ജില്ലയിൽ പാഞ്ചജന്യം എന്ന പേര് വേണ്ടത്ര, അതാണ് ഇവര് പ്രത്യേകിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ അവര് പോലീസ്, പത്രക്കാര്, TV-ക്കാര്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര്, എല്ലാ രാഷ്ട്രീയക്കാരും ഒത്തുചേർന്ന് അവരെല്ലാരും കൂടി വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ ഈ ഒരു നിലമ്പൂരിലെ മണ്ഡലത്തിലെ എല്ലാ ആളുകളും ജാതി മതം രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി എല്ലാവരും സഹായിച്ചിട്ടാണ് നമ്മുടെ ട്രസ്റ്റ് 29 വർഷക്കാലം നിന്നത്. അതിനെന്നും നന്ദിയുണ്ട്. പക്ഷെ അവരുടെ ചില പ്രവർത്തനങ്ങൾ ഇവരെല്ലാവരും സ്ത്രീയുടെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ വീടുപോയി. ഇന്നിപ്പോ ഇതിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ പുതിയ ബിൽഡിംഗ് ആണ്, ഞാൻ വന്ന് കണ്ടപ്പോ പുതിയ ബിൽഡിംഗ് ഒക്കെയാണ്. ഇത് വാടകയ്ക്കാണോ അതോ സ്വന്തം ബിൽഡിംഗ് ആണോ? ഇന്നതിന്റെ അവസ്ഥ ഇത് ഓഫീസാണ്. നിലമ്പൂര് സ്നേഹാലയം എന്നത് ഒരു അനാഥ അഗതി മന്ദിരമല്ല, മറിച്ച് ഇതൊരു ട്രസ്റ്റാണ്. ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി. നിലമ്പൂർ സ്നേഹാലയം എന്ന സൊസൈറ്റിയും ഉണ്ട്. പാഞ്ചജന്യം ശ്രീകൃഷ്ണാശ്രമം സ്നേഹാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന NGO ട്രസ്റ്റും ഉണ്ട്.
അപ്പൊ ഈ ട്രസ്റ്റിന്റെ ഓഫീസാണ് ഇവിടെയാണ് സാധുക്കളായ ആളുകളെ ധാരാളം ആളുകൾ നമ്മൾ ഇവിടെ വരുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കഴിയുന്ന പോലെ ചികിത്സാ സഹായം ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഇവിടെ 16 വർഷമായിട്ട് നിലമ്പൂർ LIC ഓഫീസിന്റെ അടുത്താണ് ഇത്. ഇവിടെ വന്നിട്ട് കഴിക്കുന്നവർ മാത്രമാണോ അതോ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് നടത്താറ്? തീർച്ചയായിട്ടും ഗ്രാമങ്ങളായ അല്ലെങ്കിൽ ട്രൈബൽ കോളനികൾ അടക്കമുള്ള അല്ലെങ്കിൽ ആശുപത്രിയിലെ രോഗികൾക്ക് അതുപോലെ തന്നെ തെരുവോരത്തുള്ള ആളുകൾക്കും ഒക്കെ തന്നെ അന്നദാനം ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ പൊതിച്ചോറാക്കിയിട്ടാണ് കൊണ്ടുകൊടുക്കാറ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അന്നദാനം മഹാദാനം എന്നുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു സംഭവമാണ്. അന്നദാനം എന്ന് കേൾക്കുന്നത് അമ്പലത്തിൽ വെച്ച് അന്നദാനം എന്ന് കേൾക്കുമ്പോൾ വീടും പൂട്ടി ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നതാവരുത്. അത് ആഗ്രഹിച്ച് അതല്ലെങ്കിൽ ഒരു നേരത്തെ അന്നം കിട്ടാത്തവർക്ക് നമ്മൾ നൽകുന്ന അതായിരിക്കണം അന്നദാനം എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ അന്നദാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ക്ഷേത്രങ്ങളിൽ നൽകുന്ന ഭിക്ഷയാണ്. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്? അന്നദാനം എന്ന് പറയുന്നത് ഇപ്പൊ അമ്പലത്തിന്റെ അന്നദാനം ഉണ്ട്. വീട്ടിൽ ഇഷ്ടം പോലെ കാശുള്ള ആളുകൾ പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഓടുക. ഒരു പിടി വെറുതെ കിട്ടിയല്ലേ അത് ഉണ്ടാക്കണ്ട, അതായത് 4 കൂട്ട കറിയോ കൂട്ടി ഉണ്ണാലോ വെച്ചിട്ട് പോവാം. സത്യത്തിൽ അന്നദാനം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കുട്ടൻ ബിരിയാണിയും കഴിച്ച് പല്ല് കുത്തി ഇരിക്കുന്നവർക്കല്ല അന്നദാനം കൊടുക്കുന്നത്. പാവപ്പെട്ട ആളുകൾ ഏത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ആവട്ടെ, വിശക്കുന്നു വരുന്നവനെ ഉണ്ണുന്ന അല്ലെങ്കിൽ ഊട്ടുന്നതാണ്, അതാണ് അന്നദാനം. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലർക്ക് അതൊരു അരോചകമായി തോന്നുകയാണ്. പാഞ്ചജന്യം, നിലമ്പൂരിലെ പാഞ്ചജന്യം ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു തീവ്രവാദ പോലെയൊക്കെയാണ് ചിന്തിക്കുക. എന്നാൽ ഈ പറയുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികൾ എന്ന് അവർ അറിയുന്നില്ല. നമ്മുടെ ട്രസ്റ്റിന് ഇന്ന വിഭാഗം എന്നില്ല. ആര് വന്നാലും ഒരു പിടിച്ചോറ് കിടക്കാൻ ഒരു പായ. ഇതാണ് സ്നേഹാലയം. അത് അന്ന് 94 തുടങ്ങിയ അന്ന് മുതല് അല്ലെങ്കിൽ 18 വർഷമായി ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഇന്നും അത് തുടങ്ങുന്നു. ഒരുപാട് സുമനസ്സുകളായ ആളുകൾ, നല്ല മനുഷ്യരായ ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ അവരാണ് സ്നേഹാലയത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോ ഇനിയും സാമ്പത്തിക ബാധ്യതകൾ വരിക തന്നെ ചെയ്യുള്ളൂ, അല്ലാണ്ട് എന്തായാലും അത് കുറയാൻ സാധ്യതയില്ലല്ലോ. ഇനിയും ബാധ്യതകൾ വന്നാൽ ഇത് നിർത്തുമോ? എന്താണ്? ഒരിക്കലും നിർത്തില്ല. ഞാൻ കക്കൂസ് പണിക്ക് പോയ ആളാണ്. TK കോളനിയിൽ അമ്പലത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്ക് പോയ സമയത്ത് അവിടുത്തെ ഒരു ഭാരവാഹിയുടെ വീട്ടില് ഒരു തോട്ടി, ഞങ്ങളുടെ സ്നേഹാലയത്തിലെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ തോട്ടിപ്പണി എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തിന് തിരഞ്ഞെടുക്കുക. അപ്പൊ എന്താ അവിടെ നിൽക്കുന്ന രാജേന്ദ്രേട്ട ഫോണിൽ വെച്ചപ്പോ ഇന്ന് പണിയുണ്ട് സാറേ, അപ്പൊ എനിക്ക് ഇന്ന് ആളെ കിട്ടിയില്ല എന്നുള്ളൂ. എത്ര കിട്ടും വന്നാന്ന് ചോദിച്ചാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്നോട് 12,000 രൂപ കിട്ടും. എന്നാ ഇവിടെ സ്നേഹാലയം വളരെ കഷ്ടമാണ്, വാടക കൊടുക്കാൻ നിർവാഹമില്ല, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഗതിയില്ല, അപ്പൊ എന്നെ കൂട്ടുമോ? അയ്യോ, നിങ്ങളെപ്പോലുള്ള ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു സാറിനെ എങ്ങനെ തിരുമേനി എന്ന് വിളിച്ച് ഞങ്ങൾ അത് തെറ്റാണ്, നിങ്ങൾ വരണ്ട, ഞാൻ പൈസ കൊണ്ടുതരാം. ഞാൻ പറഞ്ഞു ആ കാശ് എനിക്ക് വേണ്ട, ഞാൻ വരികയാണെങ്കിൽ എനിക്ക് തരൂ എന്ന് വെച്ചു. നിർവാഹം ഇല്ലാതെ അയാൾ എന്നെ കൂട്ടി. ഞാൻ ലേശം മാസ്ക്, കൈകളെ ഗ്ലൗസ് ഒക്കെ ഇട്ടി, മാസ്ക് ഇട്ടി, വിക്സ് ഒക്കെ തേച്ച് ഞാൻ ആ തോട്ടിപ്പണിക്ക് പോയി. ഞാൻ 12,000 രൂപ കിട്ടില്ല, 6,000 രൂപ എനിക്ക് തന്നു. അതുകൊണ്ടാണ് സ്നേഹാലയത്തിലെ കുട്ടികൾക്കൊക്കെ നല്ല ഭക്ഷണം വാടക കൊടുക്കാനും ഒക്കെ സാധിച്ചു. അപ്പൊ അങ്ങനെ ആണ് സ്നേഹാലയത്തിന്റെ ഒക്കെ ഓരോരോ പ്രവർത്തനങ്ങൾ. അല്പനേരം ദുർഗന്ധം വമിച്ചെങ്കിലും പിന്നീട് അത് ആ ഒരു സുഗന്ധമായി മാറി. കുട്ടികളുടെ ആ സന്തോഷം. എന്ത് പണിയെടുത്തിട്ടായാലും ഏത് ജോലിയാണ്. ഞാൻ 19 പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഒന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാം സാറാണ് ഡൽഹിയിൽ വെച്ച് പ്രകാശനം ചെയ്തത്. പിന്നെ മമ്മൂട്ടി സാറ്, മോഹൻലാല്, രജനീകാന്ത് സാർ, അങ്ങനെ ഒരുപാട്, ഇന്ദ്രൻ സാർ ആവട്ടെ, ഇവരൊക്കെ എന്റെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ വിറ്റ് കിട്ടുന്ന കാശിന്റെ ലാഭവിഹിതമാണ് ഈ സ്നേഹാലയത്തിന്റെ നിലനിൽപ്പ്. കൂടാതെ ഓരോ വീടുകളിലും മരിച്ചാലും പിറന്നാള്, വിവാഹ വാർഷികത്തിനൊക്കെ കിട്ടുന്ന അന്നദാനം, അത് പാകം ചെയ്ത ഭക്ഷണമായാലും ശരി, അത് എവിടെയെങ്കിലും ബാലൻസ് വന്നാൽ അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ മതി. 9895357069 എന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. നിലമ്പൂർ മണ്ഡലമാണെങ്കിൽ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ അരി സാധനങ്ങളാവാം, മരണാനന്തര വീട്ടിലെ ബേക്കറി സാധനങ്ങൾ, അരി സാധനം ഒക്കെ ഞങ്ങൾ പോയി കളക്ട് ചെയ്യും. ഇങ്ങനെയാണ് സ്നേഹാലയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമ്പന്നനാണോ? ഒരിക്കലുമല്ല. അച്ഛൻ അരീക്കോട് അരിഞ്ചേരി കുറഞ്ഞൂർ മനയിലെ വിഷ്ണുപുരിപ്പാടിന്റെ മകനാണ്. അമ്മ പുതുവാതിയാർപടം കൊട്ടാരത്തിലെ സീതാലക്ഷ്മി അമ്മാളുടെ മകനാണ്. പേര് മാത്രമേ ഉള്ളൂ, പേര് കൊട്ടാരം നമ്പൂരി. ഞാൻ ജനിച്ചത് നെടുമുണ്ടക്കുന്ന ലക്ഷം വീട് കോളനിയിലെ 4 സെന്റ് കോളനിയിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ പറയുന്ന അങ്ങ് സമ്പന്നനാണ്. പക്ഷെ അങ്ങയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന, ഈ പുറത്ത് കണ്ടിട്ടുള്ള അത് തന്നെയാണ് സമ്പത്ത്. ആ സമ്പത്തിനെ വിലമതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 1 സെന്റ് ഭൂമി പോലും എനിക്കില്ല. പക്ഷെ എന്റെ മക്കള്, എനിക്ക് 5 മക്കളുണ്ട്. കൂടാതെ എന്റെ മക്കളായ സ്നേഹാലയത്തിലെ 47 അംഗങ്ങളും കൂടാതെ വരുന്ന പാവപ്പെട്ട ആളുകളും, അത് തന്നെയാണ് എന്റെ മക്കളും എന്റെ സമ്പാദ്യവും. ഊരുകളിലൂടെയൊക്കെ പോയിട്ട് സേവ ചെയ്യാറുണ്ട്. തീർച്ചയായും. ആദിവാസി മേഖലകളിലെ പെന്തിക്കോസുകാരുടെ മതം മാറ്റം കർശനമായി തന്നെ ഞാൻ തടയുന്നുണ്ട് കഴിയുന്ന പോലെ. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ ഈ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ആ ഒരു കാര്യം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? നിലമ്പൂർ സ്നേഹാലയം അഥവാ പാഞ്ചജന്യം ട്രസ്റ്റ് 19 കുട്ടികളുടെ വിവാഹമാണ് നടത്തി കൊടുക്കുന്നത്.
അത് ഞാൻ ചോദിക്കും, ആര് നമ്മുടെ അടുത്തേക്ക് വന്നാലും ഞാൻ ചോദിക്കുന്നത് പറയുന്നതാണ്, പണം പദവിയും അല്ലെങ്കിൽ അവരുടെ സമ്പത്തല്ല ഞാൻ നോക്കുന്നത്, അവര് മദ്യപിക്കരുതേ എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഒന്ന്. രണ്ടാമത്തത്, ഈ കുട്ടികളുടെ ജാതിയും ജാതകവും ചോദിക്കരുത്. കാരണം ഇവിടെ ട്രൈബൽ കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവര് അർണാടൻ സമുദായത്തിലെ കുട്ടീനെ നായർ കുട്ടീസ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ തിരിച്ചും മറിച്ചും ജാതി ഹിന്ദു ആയിരിക്കും, ഹിന്ദു കുട്ടികളെയാണ് വിവാഹം കഴിക്കുക. എങ്ങനെ പ്രാർത്ഥിച്ചാലും കൈ തൊഴുതാലും ഇങ്ങനെയല്ലേ. അപ്പൊ അവിടെ ജാതി നോക്കരുത്. ജാതി എന്നത് തികച്ചും നമ്മുടെ എന്താ പറയാ, അതൊരു സർട്ടിഫിക്കറ്റുകളിൽ മാത്രം. അതെ, എന്റെ അഭിപ്രായത്തില് ഹിന്ദു കുട്ടികൾ ഇനി വരാൻ പോകുന്ന തലമുറ അതില് ജാതി എന്ന കോളം ഉണ്ടാവരുത്. ഓൺലി ഹിന്ദു ഹിന്ദു എന്ന് മാത്രമേ. ഇപ്പൊ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ഈഴവനോ അല്ലെങ്കിൽ ഞാനൊരു പണിയനോ അല്ലെങ്കിൽ കണക്കനോ ആണ് ഞാൻ പറയാണ്. ചെറുമനും പണിയനും നായരും നമ്പൂരി ഒരുമിച്ച് വരണട്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ ആരാ കേൾക്കുക? പകരം നമ്പൂതിരിയെ പറയുന്നു എന്നൊരു ആരെയും ചിലര് ചെവി കൊടുത്താലോ എന്ന് കരുതിയാണ്. അപ്പൊ ഈ സംഭവം എന്ന് യാഥാർത്ഥ്യമാവുന്നുവോ, ഞാനും എന്റെ മക്കളും നമ്പൂതിരിപ്പാട് എന്ന വാല അങ്ങോട്ട് കട്ട് ചെയ്യും. ഞങ്ങൾക്ക് വാല് വേണ്ട. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ, ഇവരൊന്നും ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് അല്ലെ. മുസൽമാനാവട്ടെ ക്രിസ്ത്യാനികൾ ആരാണ് ഇവിടെ ഉള്ളത്? അവരെ 10 തലമുറയ്ക്ക് ബാക്കി തിരിഞ്ഞു നോക്കൂ, ഒക്കെ ഹിന്ദുക്കളാണ്. മതം മാറുകയും മാറ്റപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജാതി എന്ന കോളം വേണ്ട, ഹിന്ദു ആയാൽ മതി. ഇതാരാണ് ഈ 2 മക്കൾ ഇവിടെ ഇരിക്കുന്നത്? എന്റെ മകൻ നന്ദലാൽ പി ശ്യാംസുന്ദർ അല്ലെങ്കിൽ നന്ദലാൽ നമ്പൂതിരിപ്പാട്, ഇയാൾ ഓംകാർ നമ്പൂതിരിപ്പാട്. ഇവരെയൊക്കെ തന്നെ ഇനി വിഷ്ണു നമ്പൂതിരിപ്പാടുണ്ട് മകൻ, പിന്നെ ദിയ പി ശ്യാംസുന്ദർ അല്ലെങ്കിൽ നീനു പി ശ്യാംസുന്ദർ. 5 മക്കളാണ്, 3 ആണും 2 പെണ്ണും. 2 പെണ്ണ്. അതില് ഇവരാണോ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ സ്നേഹാലയത്തെ മുന്നോട്ട് നയിക്കുക? തീർച്ചയായും. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ തീർച്ചയായും ഒരു പക്ഷേ എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കാതെ വന്നേക്കാം. അപ്പോ എന്റെ ഈ ഒരു കൊച്ചു സ്ഥാപനത്തിന്റെ അതിന്റെ സാരഥികളാവേണ്ട കുട്ടികളാണ് ഇവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവരെയും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തി അവരൊന്ന് പരിചയപ്പെടുത്താലോ എന്ന് കരുതിയിട്ട് തന്നെയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ കേട്ടത് ഇതൊരു അഭിനയത്തിന്റെ മാർഗമായിട്ടോ അതല്ലെങ്കിൽ ഏച്ചുകെട്ടിയ അതല്ലെങ്കിൽ കാണാപ്പാടം പഠിച്ച വാക്കുകളായിട്ടൊന്നും കൂട്ടണ്ട. ഇത് ഈ ഒരു പാവം പിടിച്ച ആ രീതിയിൽ തന്നെ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ പാവമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ന്യൂസ് കഫേ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്നേഹാലയത്തിലേക്ക് വരികയും ഇവിടത്തെ അവസ്ഥകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. കാരണം ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് അദ്ദേഹത്തെ സഹായിക്കുക അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൈത്താങ് നൽകുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. അതിന് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസും അതിന്റെ ഗൂഗിൾ പേ നമ്പർ ആയാലും QR കോഡ് ആയാലും എല്ലാം ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിലേക്ക് കൃത്യമായിട്ടും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന, അന്നദാനം മഹാദാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന അന്നദാനം ആവരുത്. ഇതുപോലെ പ്രശസ്തിയോ അതല്ലെങ്കിൽ പേരോ അല്ലെങ്കിൽ അത് പെരുമയോ ആഗ്രഹിക്കാത്ത ഒരുപാട് സേവ ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മുൻപിലുണ്ട്. ആ മനുഷ്യരിലേക്കൊന്നും നമ്മളാരും നമ്മുടെ ക്യാമറകളൊന്നും തിരിയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മനുഷ്യനിലേക്ക് ഈ ക്യാമറ തിരിഞ്ഞത്. ഇത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ LIC ഓഫീസ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. LIC ഓഫീസിനോട് ചേർന്നിട്ടുള്ള സ്നേഹാലയം എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ഓഫീസ് റൂമായാലും അതിന്റെ പുറത്തുള്ള കുറച്ച് ഭാഗങ്ങളും മാത്രമല്ല അവർ ഊരുകളിലേക്കൊക്കെ നേരിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് തന്നെയാണ് സേവകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഒരു കൈത്താങ് നൽകിയേ പറ്റുകയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ വെക്കുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പണമായിട്ട് നൽകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. പണം മാത്രമായിട്ടൊന്നും നമ്മൾ ആഗ്രഹിച്ചോ അതല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ വല്ല ആഘോഷമോ അതല്ലെങ്കിൽ വലിയ ദുഃഖ ആചരണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വരുന്ന ഭക്ഷണ ബാക്കി ആയിക്കോട്ടെ അതല്ലെങ്കിൽ വസ്ത്രങ്ങളായിക്കോട്ടെ, പല രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ശ്യാംജിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. നേരിട്ട് വിളിച്ച് സമീപിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിലെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്ക് ₹1 കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ സാമൂഹ്യ അക്കൗണ്ടുകൾ വഴി ഈ വീഡിയോ പ്രചരിപ്പിക്കുക എന്നതും വലിയൊരു കർമ്മം തന്നെയാണ്. ആ കർമ്മമെങ്കിലും ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ഒരു സ്വാഭിമാനി ഹിന്ദുവും ഏറ്റെടുക്കേണ്ടത് തന്നെയാണെന്ന് നിങ്ങളോട് പച്ചയ്ക്ക് തുറന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ശ്യാംജി ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം.